ഇന്ന് ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒന്ന് ചെറുതായി ഇളക്കിയെടുക്കാം. ചെറുതായി ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടിയിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കും. ഇത് നല്ലതുപോലെ മൂത്ത് വന്നാൽ സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇത് ചമ്മന്തിപ്പൊടി പൊടിച്ചെടുത്ത ശേഷം ഇട്ട് ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി ഇനി ഒരു പാനിലേക്ക് 1 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. 5-6 വറ്റൽമുളക്, 5-8 ചെറിയ ഉള്ളി, 5-6 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി മുറിച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി. ഇനി ഇതെല്ലാം ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ ഇളക്കിയെടുക്കണം. എണ്ണ ഒഴിക്കരുത്. മൂത്ത് വെള്ളം വറ്റാറായ തേങ്ങയാണ് എടുക്കേണ്ടത്, കൊപ്രയാവരുത്. ഇങ്ങനെ ബ്രൗൺ നിറം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 നുള്ളി കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒന്നുകൂടി ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം പൊടിച്ചെടുക്കാം. ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും, എണ്ണ ഒഴിക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട്. ഇനി ഇത് പൊടിച്ചെടുത്തതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഇട്ട് ഒന്ന് തിരിച്ചെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയും എല്ലാം കഴിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.